ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പൂജ അമൽ എന്ന് പറയുന്ന കപ്പിൾസിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഇവരുടെ ഈ ഷോർട്സും വീഡിയോ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഈ യൂട്യൂബിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു അമ്മയും അച്ഛനും എങ്ങനെ മക്കളെ സ്നേഹിക്കരുത് എന്നും അവരിൽ എത്രത്തോളം എക്സ്പെക്റ്റേഷൻസ് കൊടുക്കരുത് എന്നും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രണ്ട് വ്യക്തികളാണ്, മഹാവ്യക്തികളാണ് ഈ പറയുന്ന പൂജ അമൽ എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും, ഈ ലോകത്ത് ഒളിച്ചോടാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്നൊക്കെ. അവരെ കുറിച്ച് എനിക്ക് വീഡിയോ ചെയ്യാൻ ഒരു താല്പര്യമില്ല. കണ്ടു പോകുമ്പോൾ നമ്മൾ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഞാൻ അവരുടെ വീഡിയോ എടുക്കുന്നത്. എനിക്കത് 2 ദിവസം മുമ്പ് ഒരു ദിവസം മുമ്പാണ് ഇട്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും കൂടെ തുള്ളിച്ചാടി കിൻഡർ ജോയ് വാങ്ങിക്കാൻ പോകുന്നതും അത് അൺപാക്ക് ചെയ്യുമ്പോൾ ഉള്ള അവരുടെ ഒരു സന്തോഷവും ഒക്കെ അടങ്ങുന്ന ആ ഒരു അൺബോക്സിങ് വീഡിയോ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചൊന്ന് കണ്ടു. ആ ഒരു കിൻഡർ ജോയ് ഒരു അൺബോക്സ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഈ കാര്യം നിങ്ങളുമായിട്ടൊന്ന് പറയണം എന്ന് തോന്നി. അവർ രണ്ടുപേരും ഇപ്പൊ യൂട്യൂബിൽ നല്ലപോലെ ആക്റ്റീവായിട്ട് വരുന്നതാണ്. അവരുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് ജനങ്ങൾക്കുണ്ട്. അവരിപ്പോ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്. അവരൊരുമിച്ച് അച്ഛന്റെ വണ്ടിയിലും ചേട്ടന്റെ വണ്ടിയിലൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നതും അവള് സ്കൂളിൽ പോകുന്നതും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, നല്ല കാര്യം, സന്തോഷമായിട്ട് ഇരിക്കട്ടെ. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇവരുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു പോയിന്റ് നമ്മളെ സ്ട്രൈക്ക് ചെയ്യും. ഞാനൊരു അഡൽട്ടാണ്. അഡൽട്ട് എന്ന് പറയുമ്പോൾ എന്നെ അഡൽട്ട് എന്ന് വിളിക്കാൻ തന്നെ എനിക്ക് എന്തോ പോലെയാണ്. 18 വയസ്സ് കഴിഞ്ഞ് ആ പെങ്കൊച്ച് ചെയ്യുന്ന കാര്യങ്ങളും അവൾ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ അവളുടെ ഒരു പൊസിഷൻ, അതായത് ഭാര്യ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, ആ കൊച്ച് എങ്ങനെയാണ് ഈ ഒരു ഏജില് സ്കൂളിലും പോകുന്നുണ്ട്, അതുപോലെ ഭാര്യ എന്ന് പറയുന്ന അത് വേറൊരു ലൈഫാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ അതെങ്ങനെയാണ് ഇതിങ്ങനെ ഹാൻഡിൽ ചെയ്തതെന്നൊക്കെ അത് സമ്മതിച്ചു കൊടുക്കണം. അപ്പൊ അതെന്താ ആയിക്കോട്ടെ, അവര് നല്ലപോലെ ഭർത്താക്കന്മാരായി കഴിയുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ നമ്മുടെ വീട്ടുകാരെ ഒക്കെ വിഷമിപ്പിച്ച് ഒരു ഇന്റർവ്യൂവിൽ ആ പയ്യൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് കേട്ടോ, അവളുടെ വീട്ടുകാർക്കില്ലാത്ത വിഷമം എന്തിനാ, അത് അവൻ തന്നെ പറഞ്ഞു കൊടുക്കണം. അവളുടെ വീട്ടുകാർക്കില്ലാത്ത വിഷമം എന്തിനാ ഈ പറയുന്ന ആൾക്കാർക്ക് എന്നാണ് ചോദിക്കുന്നത്. എനിക്കൊരു മോൾ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മോളാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. ആ കുട്ടി ചെയ്തത് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ആ ഒരു കാര്യം നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴാണ്. അല്ലാതെ അവൾ ഒളിച്ചോടി പോയാലും നമുക്ക് വിഷമം ഉണ്ടായിട്ടോ അങ്ങനെയൊന്നും അല്ല. ആ കൊച്ചിനെ അതിൻ്റെ അച്ഛനും അമ്മയും വളർത്തി 17-18 വയസ്സായോന്ന് അറിയത്തില്ല. എന്തായാലും അത്രയും നാള് ഫുഡും കൊടുത്ത് അതിനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത്, അത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് അതിനെ വളർത്തി ഒരു പകുതി അതിന് കൊതി പോലും തീർന്നിട്ടുണ്ടാകത്തില്ല അച്ഛനും അമ്മയ്ക്കും. അപ്പൊ അതുവരെ എത്തിയിട്ട് പെട്ടെന്ന് ഒരു മൊമെന്റില് ഈ കുട്ടി വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു. അതും ആരാന്ന് പോലും എന്താണെന്ന് പോലും അറിയാത്ത ഒരു പയ്യന്റെ കൂടെ അങ്ങ് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയ്ക്കും വിഷമം ഉണ്ടാവും. അത് ആലോചിക്കുമ്പോൾ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു പെടച്ചിലുണ്ടാവും. അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവരാലോചിക്കുന്നത്, നാളെ എൻ്റെ മക്കളും ഇങ്ങനെ സ്നേഹിച്ച് വളർത്തുന്ന എത്രയോ അച്ഛനും അമ്മയും ഉണ്ടാവും, പെൺമക്കളെ അല്ലെങ്കിൽ ആൺകുട്ടികൾ ആരും ആയിക്കോട്ടെ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവരാലോചിക്കുന്ന, നാളെ ഒരു സമയത്ത് എൻ്റെ മക്കൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തോരം വിഷമം ഉണ്ടാവും എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഉള്ള ഒരു സംഭവമാണത്. ഈ വീഡിയോയിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവർ രണ്ടുപേരും കൂടെ തുള്ളിച്ചാടി കിൻഡർ ജോയ് വാങ്ങിക്കാനായിട്ട് പോകണം. ഞാനൊക്കെ കിൻഡർ ജോയ് എൻ്റെ ജീവിതത്തിൽ ഒറ്റ തവണ ഒരു കിൻഡർ ജോയാണ് ഞാൻ എൻ്റെ ലൈഫിൽ തിന്നിട്ടുള്ളത്. അതും കാല് പിടിച്ച് കുഞ്ഞായിരുന്നപ്പം എൻ്റെ സിസ്റ്റർ വേറൊരു ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ അവൾ വന്ന് എൻ്റെ വീട്ടിൽ നിന്നപ്പോൾ അവളാണ് എനിക്ക് ഒരു കിൻഡർ ജോയ് എനിക്ക് മേടിച്ചു തന്നത്. ഒരെണ്ണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കഴിച്ച ഒറ്റ കിൻഡർ ജോയ്. 10 വയസ്സോ അപ്പോഴങ്ങണ്ടൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ സാധനം തിന്നിട്ടില്ല. ആ ഒരു സാധനം അവർ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ ഭർത്താവും ഭാര്യയും കൂടെ വാങ്ങിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അവരുടെ ചാനലിൽ ഇട്ടിരിക്കുന്നത്. ഇവരുടെ എല്ലാ വീഡിയോയും കണ്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ റിയാക്ട് ചെയ്യാൻ തോന്നും. അങ്ങനത്തെ വീഡിയോ ആണ്. പിന്നെ നമ്മൾ റിയാക്ട് ചെയ്ത് പോയിട്ട് ഇവരെന്തിനാ റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. നല്ലൊരു പക്വതയോടെ എടുത്ത തീരുമാനമാണ് ഒളിച്ചോട്ടം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ. എനിക്ക് തോന്നുന്നു അവർ പഠിക്കാൻ വിട്ടതോ ഒന്നും അല്ല. അവളുടെ ലൈഫിലുണ്ടായിരുന്ന ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്, അവൾ ആ എടുത്ത ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ആ കുട്ടി ആ പയ്യനെ ചൂസ് ചെയ്തതും പോയതുമാണ്.
ചോട്ടു പറയുന്നുണ്ട് ചോട്ടുവിന്റെ അച്ഛന്റെ വണ്ടിയിലാണ് പോകുന്നതെന്നൊക്കെ. അപ്പം ചോട്ടുവിന്റെ അച്ഛന്റെ വണ്ടിയിൽ ചോട്ടുവും തന്റെ ഭാര്യയും കൂടി കിൻഡർ ജോയ് മേടിക്കാൻ പോകുന്നതും അവിടെ കിൻഡർ ജോയ് മേടിച്ചിട്ട് വന്നിട്ട് 3 കിൻഡർ ജോയ്, 2 കിൻഡർ ജോയ് പൂജയ്ക്കും 1 കിൻഡർ ജോയ് അമലിന്. അപ്പൊ അമലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിനകത്തുള്ള ടോയ് എന്താണ്, ഏതായിരിക്കും തനിക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ചോട്ടുവിന്റെ ശബ്ദത്തിൽ നമുക്ക് വ്യക്തമാണ്. പൂജയുടെ ആ സന്തോഷം തന്നെ നിങ്ങൾ കാണാതെ പോകരുത്. അപ്പൊ നമുക്ക് ആ ഒരു പോർഷൻ ഒന്ന് കണ്ടു നോക്കാവേ. നമ്മള് 3 കിൻഡർ വാങ്ങിയില്ലേ മോനു? അതെ, നമ്മളിതിന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തോ വലിയ സംഭവം അവരെ ലൈഫിൽ എന്തോ വലിയ സംഭവം നടന്ന അത് അറിയാനുള്ള ആ ഒരു ആകാംക്ഷയിൽ ഇരിക്കുന്ന പോലെയാണ് നമുക്കത് കേൾക്കുമ്പോൾ തോന്നുന്നത്. ചോട്ടു പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് കിൻഡർ ജോയ് ആണ് പൊട്ടിക്കാൻ പോണം. ഞാൻ ആദ്യം പൊട്ടിക്കുന്ന ഗേൾസിന്റെ ആണ്. ഇതാണ് നമുക്ക് അതിനകത്ത് എന്ത് കിട്ടുന്ന നോക്കാം ഗൈസ്. ഇതിനകത്ത് ടോയും തോന്നല്ലേ? അതിനകത്ത് കഴിക്കാനാ? അല്ല, ഇത് ടോയുവാ. ആണോ? അറിയത്തില്ല ഗൈസ്. എന്തായാലും തുറന്നു നോക്കുക. എനിക്ക് തോന്നുന്നു ഇവര് മുമ്പ് കിൻഡർ ജോയ് കഴിച്ചിട്ടില്ല. പൂജയ്ക്ക് ഒളിച്ചോടിയിട്ടെങ്കിലും കിൻഡർ ജോയ് കഴിക്കാനുള്ള ആ ഒരു ഭാഗ്യം കിട്ടിയല്ലോ, സന്തോഷം. എന്തോ എനിക്ക് കിട്ടുന്നത് മറ്റേ സിൻഡ്രല്ലയുടെ എന്തോ അങ്ങനെ എന്തോ ഇല്ലയോ? ഗേൾസിന്റെ എന്തെങ്കിലും ടോയ്സ് സിൻഡ്രല്ല ഇല്ലെങ്കിൽ പിന്നെ കുറെ ഗേൾസ് ഒക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നതൊക്കെ കിട്ടും. അതെ അതെ, ആളുടെ ആ സന്തോഷം നോക്ക് ഗൈസ്. പിന്നെ എന്തോ വേണം? അമലിന് ഇതെങ്കിലും കൊടുക്കാൻ പറ്റിയല്ലോ. ഒരു കണക്കിന് ആ പയ്യന്റെ കൂടെ അവന്റെ കഷ്ടകാലത്തിലും അവള് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവള് നല്ലൊരു പാർട്ട്ണർ തന്നെയാണ്. പക്ഷെ അതേസമയം അച്ഛനും അമ്മയും സൈഡിൽ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഗൈസ്. രണ്ടും കണക്കാണ്. അവള് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് അവക്കൊത്ത ചെക്കനെ തന്നെയാണ് അവള് ചൂസ് ചെയ്തിരിക്കുന്നത്. സത്യം, സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും ഈ ഒരു വേവ് ലെങ്തിലുള്ള പയ്യനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം അവർ രണ്ടുപേർക്കും മെച്യൂരിറ്റി ഇല്ല, രണ്ടുപേരും കൊച്ചു പിള്ളേരാണ്. അങ്ങനെ അടിച്ചു മോനെ. ഫസ്റ്റ് ഇതിന്റെ മാപ്പ് ഒക്കെ നോക്കി, ഇതിനകത്തുണ്ട് ഇതിങ്ങനെ. അല്ല, നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കാം. അവനത് എല്ലാം പൊട്ടിക്കണം, എല്ലാം പൊട്ടിച്ച് അതിനകത്ത് എന്താണെന്ന് അറിയണം. അതാണ് ചോട്ടു അവളെക്കാളും എക്സൈറ്റഡ് ആണ് കിൻഡർ ജോയ് പൊട്ടിക്കാൻ. എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കാം, അത് പിന്നെ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഞങ്ങള് സെന്ററിൽ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. നമ്മളടുത്ത നെക്സ്റ്റ് ഇനി സിൻഡ്രല്ല കിട്ടി ഗൈസ്. സിൻഡ്രല്ല കിട്ടിയതിൽ അവനാണ് സന്തോഷം. എന്തോ ഒരു കോമഡി അല്ലേ ഗൈസ്? സത്യം, എന്തൊരു കോമഡിയാണ് ഗൈസ്. പിള്ളേരൊക്കെ കിൻഡർ ജോയ് അഡിക്റ്റ് ആയത് വെറുതെ അല്ലേ ഗൈസ്? ടോയ്സ് ഉണ്ട്. അപ്പൊ ഇവള് മുമ്പ് കഴിച്ചിട്ടുണ്ട്. ഇവളുടെ വീട്ടുകാരൊക്കെ കിൻഡർ ജോയ് മേടിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ അത് പോരാഞ്ഞിട്ടാണ് ഇവന്റെ കൂടെ പോയെ വേറെ കിൻഡർ ജോയ് മേടിക്കാൻ. കുഴപ്പമില്ല. പിന്നെ അടുത്തത് ഇതേതാ? ഇതും ഗേൾസിന്റെ. ഞാൻ 2 ഗേൾസിന്റെ വാങ്ങി. അതെ, അതെ. അടുത്തത് എന്താണ് ഗൈസ്? നമുക്ക് നോക്കാം. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഗൈസ്. എന്താ പറ്റി? സിൻഡ്രല്ല നേരത്തെ അവന്റെ ആകാംക്ഷ അവൻ പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് അത് കാണാനായിട്ട്. ഇതിനകത്ത് എന്താണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ കൊച്ചു പിള്ളേർ പോലും കിൻഡർ ജോയ് മേടിക്കത്തില്ല എന്ന് തോന്നുന്നു. അവർക്ക് അത്ര വലിയ ഇതില്ലാന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ഈ ജോയിനെ കുറിച്ച് എനിക്ക് അത്ര ധാരണ ഇല്ല. ഇപ്പൊ എന്താണ് കിട്ടിയത്? പുതിയ ഒരു പെൺകുട്ടി. എനിക്കറിയാം, ഈ ക്യാരക്ടറിന്റെ പേര് എനിക്കറിയത്തില്ല ഗൈസ്. അങ്ങനെ അതും കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പം മേടിച്ചത് വെറുതെ ആയില്ല, 2ഉം കിട്ടി ഗൈസ്. 2 പെൺകുട്ടികളെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ക്യാരക്ടറിനെ അറിയാമോ ഗൈസ്? ഇവരിതിനി എന്തോ ചെയ്യാൻ പോകുന്നു? അച്ചാറിടാൻ പോണം വീട്ടില്. അറിയാവുന്നവര് ഇതിന്റെ പേരൊന്ന് കമന്റ് ബോക്സിൽ പറയണേ. എനിക്കറിയത്തില്ല ഇതാരാണ്. നീ അപ്പം മറ്റേ തുറക്കാൻ പോണേ? അടുത്ത ലാസ്റ്റ് ബോയ്സിന്റെ ഞാൻ ഓർമ്മ വാങ്ങിയത്. ചോട്ടുവിന് കിട്ടിയ കിൻഡർ ജോയിന്റെ അകത്ത് എന്ത് കളിപ്പാട്ടമായിരിക്കും ഗൈസ്? ചോട്ടുവിന്റെ അവർക്ക് അതിനകത്തുള്ള മുട്ടായി വേണ്ട, അതിനകത്ത് ഇരിക്കുന്ന ചോക്ലേറ്റും കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ട. അവർക്ക് വേണ്ടത് അതിനകത്തുള്ള കളിപ്പാട്ടമാണ്. ഇത്രയ്ക്ക് ഉള്ളൂ. എനിക്ക് തോന്നണില്ല ഇവന് എത്ര വയസ്സുണ്ടെന്ന്. 26 വയസ്സോ? എനിക്ക് തോന്നണില്ല അവൻ അത്രയും വയസ്സുള്ളതായിട്ട്. 20 മാക്സിമം പോയാ ഇവര് കാണിച്ചു കൂട്ടുന്ന കണ്ടിട്ട് എനിക്ക് തോന്നുന്നു 20 വയസ്സ് പോലും തോന്നിക്കത്തില്ല. അവക്ക് 18 വയസ്സ്. ഓക്കെ, അതിന്റെ പക്വതയെ അതിനെ ഉള്ളൂ. മറ്റവന് എനിക്ക് തോന്നണില്ല
25 വയസ്സൊക്കെ ഉണ്ടാകും. 20 വയസ്സുള്ള പിള്ളേർക്ക് പോലും ഇപ്പൊ മെച്യൂരിറ്റി ഉണ്ട്, ഇതിനതും ഇല്ല. വാങ്ങി കിട്ടുമോ നോക്കാം, എന്ത് കിട്ടും നോക്കാം. കിട്ടും, കിട്ടാതിരിക്കത്തൊന്നുമില്ല. അയ്യോ അത് അങ്ങനെ തന്നെ തുറക്കുക. എന്താ പമ്പരമാണ് പമ്പരം കിട്ടി, അവര് വേറെ ഒന്നും കിട്ടിയില്ല. വല്ല സ്പൈഡർമാനോ മറ്റേ മാനോ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ അവിടെ കാണാൻ വെക്കായിരുന്നു. പക്ഷെ പമ്പരം കുഴപ്പമില്ല, അവർക്കൊരു എന്റർടൈൻമെന്റ് ആണ്. പമ്പരം വെച്ചിട്ട് കളിക്കാമല്ലോ, സന്തോഷിക്കണ്ടേ? നല്ലല്ലേ, നല്ല സാധനമല്ലേ കിട്ടിയത്. ഏതോ പമ്പരം കിട്ടി ഫ്ലൈ എന്തോ കറക്റ്റ്. ഇനിയിപ്പോ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോ ഇരുന്ന് കറക്കി കളിക്കാമല്ലോ. നമ്മുടെ പൂജ തിരിച്ച് സ്കൂളിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്കും വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഇരുന്നിട്ട് ഈ പമ്പരം കറക്കി കളിക്കാം. പറയണ കേട്ടാത്തൊന്നും ഇതിനകത്ത് വേറെന്തോ വലിയ കളിപ്പാട്ടമാണ് കുത്തികയറ്റി വെച്ചിരിക്കണേന്നും അത് പൊട്ടിക്കുമ്പോ അതാണ് അതിനകത്ത് എന്തോ വലിയ കുന്തമാണെന്നാണ് ഇവര് വിചാരിച്ചിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചോട്ടുവിന് മുമ്പ് കിൻഡർ ജോയ് തിന്നിട്ടില്ല എന്ന് തോന്നുന്നു. പമ്പരം കിട്ടിയതിൽ അവര് ഇച്ചിരി ചോട്ടുവിന് ഇച്ചിരി വിഷമമായി. ചോട്ടു പ്രതീക്ഷ വേറെന്തോ കുന്തമാണ് അതിനകത്തിരുന്നതെന്നാണ്. പിന്നെ കാണിക്കുന്ന വെച്ചാൽ അവർ ഒരുമിച്ചിരുന്ന് കട്ടിലിരുന്ന് കിൻഡർ ജോയ് കഴിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് അവരുടെ ആ ഒരു സ്നേഹമാണ്. പൂജയുടെ അച്ഛനും അമ്മയ്ക്കും ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താൻ തന്റെ ഭർത്തൃ വീട്ടിൽ എത്ര സന്തോഷവതിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി പാവം കിൻഡർ ജോയ് മേടിക്കാൻ പോകുന്നു. പാറയുടെ മണ്ടയിൽ പോകുന്നു. അവരുടെ അടുത്തുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ട് അവരെ മുമ്പ് പോലീസ് തൂക്കിയ ആ പാറയുടെ മണ്ടയിൽ പോകുന്നു. പിന്നെ അങ്ങനെ പലതും കാട്ടിക്കൂട്ടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കഷ്ടം. അവരൊക്കെ തന്റെ വീട്ടുകാരെ ഒന്ന് ജസ്റ്റ് ബോധ്യപ്പെടുത്തുക, താൻ എത്രത്തോളം ഹാപ്പിയാണ് എന്നുള്ള കാര്യമൊക്കെ. അവരെ നെഞ്ച് പൊട്ടയാണ് ഇതൊക്കെ കാണുമ്പോൾ, സത്യം. എന്നിട്ട് എനിക്ക് അതിനെന്തോ ഞാൻ എന്തിനാ അസൂയപ്പെടുന്നു? എനിക്ക് അസൂയൊന്നും അല്ല. എന്നാലും അവൻ ഇഷ്ടായി. ഇനിയിപ്പോ എല്ലാ ദിവസവും ഓരോ കിൻഡർ ജോയിയെ എല്ലാ ദിവസവും അവർ ഇനിയിപ്പോ വൈകുന്നേരം ആകുമ്പോൾ കിൻഡർ ജോയ് മേടിക്കാൻ പോകും. അവർക്ക് കിട്ടിയ കളിപ്പാട്ടമൊക്കെ അത് സെറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. കിൻഡർ ജോയ് കാണാത്തവർക്കും കിൻഡർ ജോയ് കഴിക്കാത്തവർക്കും ഇതെങ്ങനെയാണ് അൺബോക്സ് ചെയ്യുന്നതെന്നും ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാണ് ഇവര്. പൊന്നും കൊള്ളാം ചോട്ടും കൊള്ളാം, രണ്ടും ഒരേ വേവ് ലെങ്ത് ആണ്. കിൻഡർ ജോയ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോ. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ രണ്ടിനും മെച്യൂരിറ്റി ഇല്ല. അപ്പൊ ഇതൊക്കെ ഉള്ളല്ലേ, ഭയങ്കര രസമാണല്ലോ, ഒളിച്ചോടി പോകുന്നു, അതിന്റെ വീട്ടിൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇത് കാണുന്നവർക്ക് ഉറപ്പായിട്ടും ഫീൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സ്വന്തം മക്കളെ എന്താണ് സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കുന്ന അമ്മമാർക്ക്, പിന്നെ അല്ലെങ്കിൽ ഈ പൂജയുടെ ഏജൊക്കെ ഉള്ള ആ ഒരു പ്രായത്തിലുള്ള പെങ്കൊച്ചുങ്ങളൊക്കെ ഉള്ള അച്ഛനും അമ്മയ്ക്കും ഒരു കത്തലാണ് ചിലപ്പോൾ ഇവരുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക്. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് ഗൈസ്. അപ്പം എനിക്ക് അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് കണ്ടപ്പോഴത്തേക്കും ഇത് പറയണമെന്ന് തോന്നി. എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഇത് കൊച്ചുകുട്ടികൾ ആരും ഇതൊന്നും കണ്ട് അനുകരിക്കാതിരിക്കുക. നിങ്ങൾക്ക് കിൻഡർ ജോയ് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയടുത്തും പറഞ്ഞാൽ എത്ര വേണോ വാങ്ങിച്ചു തരും. നിങ്ങൾ അതിനു വേണ്ടി ഒളിച്ചോടാനായിട്ട് നിൽക്കരുത്. ഈ ചോട്ടൂര് എന്നും പൂജയ്ക്ക് കിൻഡർ ജോയ് മേടിച്ചു കൊടുക്കാൻ പറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.